And the slide visible or not? Yes, sir. അതെ സാറേ. കാണാമെന്നല്ലേ പറഞ്ഞേ? ഹലോ, കാണാമെന്നല്ലേ? ഓക്കെ, ശരി. Okay, the previous class we were discussing about the construction of GAL subgrade. Basically, നമ്മൾ ഈ മൊഡ്യൂൾ 3 എന്ന് പറഞ്ഞ കൺസ്ട്രക്ഷൻ ഓഫ് ഫ്ലെക്സിബിൾ പേയ്മെന്റ് ആണ്. ഫ്ലെക്സിബിൾ പേയ്മെന്റ് നമ്മൾ പറഞ്ഞ പോലെ സബ്ഗ്രിഡ് ഉണ്ട്, സബ് ബേസ് ഉണ്ട്, ബേസ് ഉണ്ട്, വേറിംഗ് കോഴ്സ് ഉണ്ട്. നമ്മൾ താഴെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോവാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടത് കൺസ്ട്രക്ഷൻ അബൌട്ട് സബ്ഗ്രിഡ് ആണ്. സബ്ഗ്രിഡ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇറ്റ് ഷുഡ് ബി കോമ്പാക്റ്റഡ് ടു ഇറ്റ്സ് മാക്സിമം ഡ്രൈ ഡെൻസിറ്റി ആൻഡ് ഇറ്റ്സ് at its optimum moisture content. അപ്പോൾ നമുക്ക് ഒരിക്കലും 100% അച്ചീവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ നോർമലി വി ടാർഗറ്റ് at 97%. ഓക്കെ, അപ്പോൾ മൊത്തം സോയിലിൽ നമുക്ക് കോമ്പാക്ട് ചെയ്യാൻ പറ്റില്ലായിരിക്കാം. സോ വാട്ട് വി ഡു ഈസ് വി അസ്യൂം ദ ടോപ്പ് 50 സെന്റിമീറ്റർ ഓർ 500 mm ആസ് ദ സബ്ഗ്രേഡ്. അപ്പോൾ ടോപ്പ് 50 സെന്റിമീറ്റർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിനെ അതിന്റെ OMC-യിലും MDD-യിലും കോമ്പാക്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നത്. And the most important property that we have to ensure is about the CBR value. Suppose in case if the CBR value is less than 5, we have to go for some kind of stabilization. Apart there are different kinds of stabilization, mechanical stabilization, lime stabilization, cement stabilization, prefabricated vertical drains. Apart there are subgrade construction. Okay. In other layer, sub-base layer. Sub-base layer. Okay. അതിന് സാധാരണ നമ്മൾ എപ്പോഴും പറയുന്നത് GSB എന്ന് പറയും. ഇപ്പോൾ ഒരു കോൺട്രാക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ ഒക്കെ വീട്ടിലുള്ളവരോട് ചോദിച്ചാൽ പറയും നമ്മൾ അതിനെ GSB എന്ന് പറയുന്നത്. വി കോൾ ഇറ്റ് ആസ് GSB, granular sub-base layer. Okay. So as you see in the figure, normally your GSB is constructed using aggregates. Even you can use locally available aggregates or even some kind of soil, and it is constructed just above your subgrade. ഇനി നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ അതിന്റെ സ്പെസിഫിക്കേഷൻസ് ആൻഡ് ഗൈഡ് ലൈൻസ്. ഇൻ ദിസ് മൊഡ്യൂൾ വി ആർ ആക്ച്വലി സപ്പോസ് ടു ലേൺ ദ സ്പെസിഫിക്കേഷൻ ആൻഡ് ദി ഗൈഡ് ലൈൻസ്. അപ്പൊ അതിന് നമ്മൾ സാധാരണ ഫോളോ ചെയ്യുന്ന ഗൈഡ് ലൈൻ എന്ന് പറഞ്ഞാൽ MORTH ആണ്. നമ്മളത് ബിറ്റുമിനസ് കോൺക്രീറ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറ്റി പറഞ്ഞായിരുന്നു. ആരെങ്കിലും ഇതിന്റെ ഫുൾ ഫോം ഓർക്കുന്നുണ്ടോ? MORTH. നമ്മളൊരു GSB പണിയുമ്പോൾ അതെങ്ങനെ പണിയണം എന്ന് നോക്കുന്നത് ഒരു കോഡ് ബുക്ക് ഉണ്ട്. ആ കോഡ് ബുക്കിന് പറയുന്നവരാണ് MORTH, മോർത്ത് എന്ന് പറയും. എന്ത് നമ്മുടെ മിക്സ് ഡിസൈൻ റിക്വയർമെന്റ്സ് പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു. ഇതിന്റെ ഫുൾ ഫോം ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? വാട്ട് ഈസ് മെന്റ് ബൈ മോർത്ത്? മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ. ഇറ്റ് ഈസ് നോൺ ആസ് മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ്. അപ്പൊ നമ്മളൊരു ഹൈവേ ആണ് പണിയുന്നതെങ്കിൽ നമ്മൾ ഈ മോർത്ത് എന്ന് പറഞ്ഞ ഒരു ബുക്ക് ഉണ്ട്. ആ ബുക്ക് നോക്കിയിട്ടാണ് നമ്മൾ അതിന്റെ കാര്യങ്ങൾ നോക്കുന്നത്. സപ്പോസ് ഇപ്പൊ നമ്മളൊരു വില്ലേജ് റോഡാണ് പണിയുന്നതെങ്കിൽ, ഇമാജിൻ ഐ എം ട്രൈങ് ടു construct a village road, I will be using MORD, Ministry of Rural Development. Highway kanengil Ministry of Road Transport and Highways. ഒരു വില്ലേജ് റോഡ് ആണെങ്കിൽ ഐ വിൽ റെഫർ ടു MORD, Ministry of Rural Development. ചുമ്മാ നോട്ട് ചെയ്ത് ശരിയാ. എനിവേ നമ്മൾ തൽക്കാലം ഈ മോർത്ത് മാത്രമേ നോക്കുന്നുള്ളൂ. ബിക്കോസ് മോർ ഓർ ലെസ് രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ്. ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ. നമുക്ക് അതിന് മോർത്ത് മാത്രം മതി. രണ്ടുകൂടെ കൺഫ്യൂസിങ് ആയിരിക്കും. എനിവേ, അപ്പോൾ ഒരു GSB പണിയുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് മോർത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ മാത്രം നമ്മൾ ഒന്ന് മനസ്സിലാക്കി പോകാം. ഫസ്റ്റ് തിങ് ഇസ് GSB is a layer above the subgrade and it can be laid in one or more layers. Its function is to facilitate drainage and provide structural support. അപ്പോൾ അതിന്റെ ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ടോപ്പ് ലെയറിന് ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഒരിക്കലും നമുക്കൊരു സോയിലിന്റെ ഡയറക്ട്ലി മുകളിൽ നമുക്ക് ബിറ്റുമിനസ് ലെയർ പണിയാൻ പറ്റില്ല. കാര്യം ഇറ്റ് വിൽ ഫെയിൽ. അപ്പൊ അതിനൊരു ബിറ്റുമിനസ് ലെയറിനൊരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ GSB ലെയർ പണിയുന്നത്. രണ്ടാമതായിട്ട് ഇറ്റ്സ് മെയിൻ ഫംഗ്ഷൻ ഇസ് ടു ഫെസിലിറ്റേറ്റ് ഡ്രെയിനേജ്. എന്ന് വെച്ചാൽ നമ്മൾ ആക്ച്വലി ഫസ്റ്റ് ക്ലാസ്സിൽ ഫംഗ്ഷൻസ് ഓഫ് ഈച്ച് ലെയർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു. സപ്പോസ് ഇഫ് എ വാട്ടർ ഗെറ്റ്സ് ഇൻ ടു ദ പേയ്മെന്റ്, നോർമലി നമ്മൾ ഒരിക്കലും വെള്ളത്തിന്റെ പേയ്മെന്റിലേക്ക് കയറാനായിട്ട് അനുവദിക്കാറില്ല. ഇൻ എനി കേസ് ഇഫ് വാട്ടർ enters the payment, the water has to go out before reaching the subgrade. സബ്ഗ്രേഡ് സോയിൽ എത്തിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്, സബ്ഗ്രേഡ് വീക്ക് ആവും. അപ്പൊ സബ്ഗ്രേഡ് വെറും സോയിലാണ്, അതിന് മുന്നേ തന്നെ ഈ വെള്ളം പുറത്തോട്ട് പോകണം. അതിനാണ് നമ്മൾ സാധാരണ ഈ GSB ലെയർ പണിയുന്നത്. പിന്നെ നമ്മളിതൊക്കെ പറയുമ്പോൾ നമ്മുടെ തിയറട്ടിക്കൽ അസംഷൻ എന്ന് പറയുന്നത് ഇത് സർഫസ് ലെയർ ആയിരിക്കും. ഏറ്റവും മുകളിൽ സർഫസ് ലെയർ, താഴെ ബേസ്, അതിന് താഴെ സബ് ബേസ് ലെയർ. ഈ സബ് ബേസ് ലെയറിന്റെ രണ്ട് സൈഡിലും ഓപ്പൺ ആയിരിക്കും. വെള്ളം ഇങ്ങോട്ട് ഡ്രെയിൻ ചെയ്ത് പൊക്കോളും എന്നുള്ള ഒരു അസംഷനാണ് നമ്മൾ പറയുന്നത്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ റോഡുകളൊക്കെ ഇങ്ങനെ അവസ്ഥയിലാണോ?
അതായത് നമ്മുടെ GSB എന്നൊക്കെ പറയുന്ന ലെയർ നമ്മുടെ സോയിൽ സാധാരണ ഗ്രൗണ്ട് ലെവലിന് മുകളിലാണ് നിൽക്കുന്നത്. ആണോ? നമ്മൾ കാണുന്ന 90% റോഡുകൾക്കും GSB ലെയർ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ലെവലിന്റെ മുകളിലല്ല, അല്ലെ? എപ്പോഴും നമ്മുടെ പറമ്പാണ് പൊങ്ങി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ GSB ലെയർ ശരിക്കും ഒരു ഡ്രെയിനേജ് ലെയർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഇൻഎഫക്റ്റീവ് ആണ്. പക്ഷെ ആസ് പെർ തിയറി വി ഹാവ് ടു കൺസ്ട്രക്ട് GSB ലെയർ. ഇനി GSB ലെയറിന്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, GSB ലെയർ പണിയാനായിട്ട് കോഡ് നോക്കിക്കഴിഞ്ഞാൽ 6 ഗ്രേഡിംഗ് ഉണ്ട്. ഞാൻ മറ്റേ എഴുതാൻ സമയം തരാം. ഇതുണ്ടോ? ഇതാണ് ഈ നിങ്ങൾ മോർ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഗ്രേഡിംഗ് ഫോർ ഗ്രാനുലാർ സബ് ബേസ് മെറ്റീരിയൽ. ഇനി എന്താ ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ആദ്യം പഠിച്ച കാര്യമാണ്. വാട്ട് യു മീൻ ബൈ ഗ്രേഡിംഗ്? അഗ്രിഗേറ്റിനെ സൈസ് അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുന്നു. സൈസ് അനുസരിച്ച് ക്ലാസിഫൈ ചെയ്തിട്ട് അതിൽ നമ്മൾ പെർസെന്റേജ് പാസിംഗ് ആയിട്ട് പെർസെന്റേജ് ഓഫ് വെയിറ്റ് പാസിംഗ്. ഈ അഗ്രിഗേറ്റ് ഗ്രഡേഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കോൺസെപ്റ്റ് ആണ്. അപ്പം പെർസെന്റേജ് പാസിംഗ് ഓരോ CV കൂടെയും പാസ് ചെയ്യുന്ന എമൗണ്ട് ആണ് നമ്മൾ അവിടെ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ നോക്കിയാൽ മനസ്സിലാവും 1, 2, 3, 4, 5, 6 ഗ്രേഡിംഗ് ഉണ്ട് GSBക്ക്. ശരിക്കും ഇത്രയും ഗ്രേഡിംഗ് ഒരു ആവശ്യമില്ല. കാരണം നമ്മളിപ്പോൾ എന്ത് മെറ്റീരിയൽ കൊണ്ടുവന്നാലും അത് ഏതെങ്കിലും ഗ്രേഡിംഗ് പാസ്സായി പോകും. ആക്ച്വലി ഇത്രയൊന്നും വേണ്ടായിരുന്നു, മാക്സിമം 2 ഗ്രേഡിംഗിന്റെ ആവശ്യം ഉള്ളായിരുന്നു. ഇവർ ഇത് വെക്കുന്നതിന് ഉദ്ദേശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സപ്പോസ് ഇപ്പോൾ ഒരു ഹൈവേ പണിയുന്നതെങ്കിൽ നമുക്ക് ഒരു 300 സെന്റിമീറ്റർ തിക്നെസ് വരെ നമുക്ക് വേണമെങ്കിൽ ഒരു സെന്റിമീറ്റർ 300 മില്ലിമീറ്റർ 30 സെന്റിമീറ്റർ വരെ നമുക്ക് GSB ലെയർ പ്രൊവൈഡ് ചെയ്യാം. അങ്ങനത്തെ കേസിൽ ഞാൻ 2 ലെയർ ആയിട്ട് പണി, GSB1 GSB2 എന്ന് പറഞ്ഞു. ഓക്കെ, സാധാരണ ഒരു GSB ലെയറിന്റെ തിക്നെസ് 150 mm ആണ്. സാധാരണ അതിൽ കൂടി ഇപ്പം ഒരു ഹൈവേ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ GSB1 GSB2 എന്നൊക്കെ പറഞ്ഞ പണിയാം. അപ്പോൾ താഴത്തെ ലെയർ ഡ്രെയിനേജ്, താഴത്തെ GSB1 ഡ്രെയിനേജ് ഫെസിലിറ്റേറ്റ് ചെയ്യും, മുകളിലത്തെ GSB2 ഒരു സബ്ഗ്രേഡ് സ്ട്രെങ്ത് കൊടുക്കും എന്നുള്ള അസംഷനാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ അവർ പറയുന്നത് അനുസരിച്ച് ഇപ്പൊ കോഡ് വായിക്കുവാണെങ്കിൽ കോഡിലുള്ള അനുസരിച്ചാണെങ്കിൽ അങ്ങനെ GSB1 GSB2 ഉണ്ടെങ്കിൽ you can adopt grading 1 or grading 2 as the top layer and grading 3 or grading 4 as the bottom layer. നമ്മൾ 2 ലെയർ ആയിട്ടാണ് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. സപ്പോസ് ഇഫ് ഐ എം ഗോയിങ് ടു കൺസ്ട്രക്ട് GSB in 2 layers, ഒരു ഹൈവേ ആണ്, എനിക്ക് 30 സെന്റിമീറ്റർ വേണം, എനിക്ക് 2 ലെയർ ആയിട്ട് ഞാൻ പണിയാൻ പോകുന്നതെങ്കിൽ GSBയുടെ ടോപ്പ് ലെയറിന് എനിക്ക് ഗ്രേഡിംഗ് 1 ഓർ ഗ്രേഡിംഗ് 2 അഡോപ്റ്റ് ചെയ്യാം. അതല്ല ആ കേസിൽ ലോവർ ലെയർ എനിക്ക് ഗ്രഡേഷൻ വേണ്ടെങ്കിൽ ഐ ക്യാൻ അഡോപ്റ്റ് ഗ്രേഡിംഗ് 3 ഓർ ഗ്രേഡിംഗ് 4. ഇനി ഇതൊന്നുമില്ല, ആകെ 150 ഉള്ളൂ, ഒറ്റ GSB ഉള്ളൂ, GSB1 GSB2 ഇല്ലെങ്കിൽ ഐ ക്യാൻ ഓപ്റ്റ് ഫോർ ഗ്രേഡിംഗ് 5 ഓർ ഗ്രേഡിംഗ് 6. ഇതാണ് ഈ കോഡിൽ പറയുന്ന കാര്യം. ഇനി നിങ്ങൾക്ക് ഗ്രേഡിംഗ് നോക്കിയിട്ട് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? ഈ ഗ്രേഡിങ്ങുകൾ തമ്മിൽ എന്താ വ്യത്യാസം? ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ 4.75 mm സീവ് എടുക്കുക. 4.75 mm സീവ് എടുക്കുവാണെങ്കിൽ ഗ്രേഡിംഗ് 1 കൂടെ പാസ് ചെയ്യുന്ന റേഞ്ച് എന്ന് പറഞ്ഞാൽ 25 to 55 ആണ്. ഓക്കെ, തൽക്കാലം നമുക്ക് ഇതിന്റെ ആവറേജ് എടുക്കാം. ഒരു മിഡ് പോയിന്റ് എടുക്കുവാണെങ്കിൽ എത്ര വരും? 25-ന്റെയും 55-ന്റെയും മിഡ് പോയിന്റ് എടുത്ത് എത്ര വരും? എത്രയാ? 25-ന്റെയും 55-ന്റെയും മിഡ് പോയിന്റ് എത്രയാ? 40യോ? ഓക്കെ, 40. ഇനി നമ്മുടെ ഗ്രേഡിംഗ് 3 10-ന്റെയും 30-ന്റെയും എത്ര ആയിരിക്കും ആവറേജ് അല്ലെ മിഡ് പോയിന്റ്? 20 അല്ലെ? നിങ്ങൾക്ക് നോക്കിയിട്ട് പറയാം. ഇപ്പം 4.75 mm കറസ്പോണ്ടിങ് ആയിട്ട് ഗ്രേഡിംഗ് 1 കൂടെ 40% പാസ്സാവും, ഗ്രേഡിംഗ് 2 ആണെന്നുണ്ടെങ്കിൽ 20% പാസ്സാവും. അപ്പൊ അത് നമ്മളുടെ വ്യത്യാസം എന്തായിരിക്കും? നമുക്ക് അതിനെ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും? ഇനി ഐഡിയ? ഗ്രേഡിംഗ് 1 എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ചെറുത് കൂടുതൽ വരും. കറക്റ്റ്, അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കണ്ടേ. ഗ്രേഡിംഗ് 1 എന്ന് പറയുമ്പോൾ അതിൽ 4.75 താഴെ എന്ന് പറഞ്ഞ സത്യം പറഞ്ഞാൽ പൊടിയാ, വളരെ ചെറിയ പൊടിയാ, 40% അതിന്റെ പൊടിയായിരിക്കും. അതേസമയം ഗ്രേഡിംഗ് 3-കകത്തോ പൊടിയുടെ എമൗണ്ട് കുറവാ, മറ്റേ ഇതിന്റെ പകുതിയേ ഉള്ളൂ അല്ലെ? അത് വളരെ കറക്റ്റ് ആണ്. ഇനി അങ്ങനെ പൊടി കുറയുമ്പോൾ എന്ത് സംഭവിക്കും? പൊടി കുറയുമ്പോൾ അത് ഡെൻസർ ആകുമോ അതോ ഒരു കോർസർ ആയിരിക്കുമോ? എയർ വോയിഡ്സ് കൂടുതലായിരിക്കുമോ? ഈ കേസിൽ ഇപ്പൊ ഗ്രേഡിംഗ് 1 ആയിരിക്കുമോ അതോ ഗ്രേഡിംഗ് 3 ആയിരിക്കുമോ ഡെൻസർ മിക്സ് എന്ന് പറയുന്നത്?
ഗ്രേഡിംഗ് 1 ആയിരിക്കും ഡെൻസർ. തീർച്ചയായിട്ടും ഗ്രേഡിംഗ് 1 ആണ് ഡെൻസർ. അതായത് നമ്മൾ ഫൈൻസ് കൂടുന്തോറും ഈ ഫൈൻസ് എല്ലാം എങ്ങോട്ടാ പോകുന്നത്? ഈ ചെറിയ ചെറിയ ഗ്യാപ്പിലോട്ട് പോയിട്ട് ഗ്യാപ്പ് എല്ലാം ഫില്ലായി അത് ഡെൻസ് ആവും. അപ്പൊ ഇവിടെ ഗ്രേഡിംഗ് 1 എന്ന് പറഞ്ഞ ഒരു ഡെൻസർ ലെയർ ആണ്. ഗ്രേഡിംഗ് 3 എന്ന് പറഞ്ഞ ഒരു എയർ വോയിഡ്സ് കൂടുതലുള്ള ലെസ് ഡെൻസ് ആയിട്ടുള്ള ലെയർ ആണ്. അപ്പൊ ഇത് സാധാരണ നമുക്ക് ഈ ഡ്രെയിനേജിന്റെ ഫംഗ്ഷൻ കൂടുതലുള്ളിടത്താണ് നമ്മൾ ഇത് അഡോപ്റ്റ് ചെയ്തത്. പക്ഷെ എന്നിരുന്നാലും ഈ പറയുന്ന 6 ഗ്രേഡിങ്ങിന്റെ ഒന്നും ഒരു ആവശ്യമില്ലായിരുന്നു. ശരിക്കും സ്പെസിഫിക്കേഷൻ അനുസരിച്ച് 2 എണ്ണത്തിന്റെ ആവശ്യമുള്ളൂ. ഒന്നെങ്കിൽ GSP ഗ്രേഡിംഗ് 1 ആൻഡ് ഗ്രേഡിംഗ് 3. ഇതിപ്പോ വളരെ കൺഫ്യൂസിംഗ് ആണ്. ഇപ്പൊ ഒരു കോൺട്രാക്ടർ റോഡ് പണിന്റെ കോൺട്രാക്ടറിന് ഇത് ഏത് അഡോപ്റ്റ് ചെയ്യണം എന്നൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. എനിവേ, ഇത്രയും ഗ്രേഡിംഗ് കൊടുക്കുന്നതിന്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ GSP is supposed to serve 2 purpose. One is strength, subgrade strength. Second one is it has to facilitate drainage. But unfortunately, drainage is not working properly. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇവര് ഈ പറഞ്ഞ 6 ഗ്രേഡിംഗ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. മോർ സ്പെസിഫിക്കേഷൻ പ്രകാരം GSP can be constructed in 1 or more layers. രണ്ടാമത്തെ കാര്യം, മെറ്റീരിയൽ ടു ബി യൂസ്ഡ് ഇൻ GSP ഷുഡ് ബി ഫ്രീ ഫ്രം ഓർഗാനിക് മാറ്റർ ആൻഡ് മസ്റ്റ് സാറ്റിസ്ഫൈ ദ ഫിസിക്കൽ റിക്വയർമെന്റ്സ്. അത് ഓർഗാനിക് മാറ്റർ ഒന്നും ഉണ്ടാവാൻ പാടില്ല. കുറച്ച് ഫിസിക്കൽ റിക്വയർമെന്റ്സ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അതും സാറ്റിസ്ഫൈ ചെയ്യണം. മൂന്നാമത്തെ കാര്യം, GSPക്ക് 6 ഗ്രഡേഷൻ ഉണ്ട്. ഇതിൽ 2 ലെയർ ആയിട്ടാണ് പണിയുന്നതെങ്കിൽ യു ക്യാൻ അഡോപ്റ്റ് ഗ്രേഡിംഗ് 1 or ഗ്രേഡിംഗ് 2 ഇൻ ദ ടോപ്പ് ലെയർ ആൻഡ് ഗ്രേഡിംഗ് 3 or ഗ്രേഡിംഗ് 4 ഇൻ ദ ബോട്ടം ലെയർ. അതല്ല ഒറ്റ ലെയറേ ഉണ്ടെങ്കിൽ യു ക്യാൻ തിങ്ക് അബൌട്ട് ഗ്രേഡിംഗ് 5 ആൻഡ് ഗ്രേഡിംഗ് 6. ഇതാണ് നമ്മൾ കറന്റ്ലി അഡോപ്റ്റ് ചെയ്യുന്നത്. ബട്ട് ഇറ്റ് ഹാസ് മെനി ഡ്രോബാക്സ്. പിന്നെ GSPക്ക് ഏറ്റവും മിനിമം ഒരു 150 മില്ലിമീറ്റർ എങ്കിലും ഉണ്ടാവണം. ഏറ്റവും മിനിമം തിക്നെസ് എന്ന് പറഞ്ഞാൽ 150 mm ആണ്. അപ്പൊ നോട്ട് ചെയ്ത് വെക്കുക. ഇതൊക്കെയാണ് നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾക്ക് എഴുതേണ്ട ഇത്രയും കാര്യങ്ങളാണ്. നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ളത് വാട്ട് ആർ ദ സ്പെസിഫിക്കേഷൻ ദാറ്റ് യു ഹാവ് ടു ഫോളോ ഓർ വാട്ട് ആർ ദ ഗൈഡ് ലൈൻസ് റിഗാർഡിംഗ് GSP എന്ന് പറഞ്ഞാണ് ചോദിക്കുന്നത്. അപ്പൊ അവിടെ എഴുതുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ പോയിന്റ്സ് ആണ് എഴുതുന്നത്. അപ്പോൾ നിങ്ങൾ ഫണ്ടമെന്റലി മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ഗ്രഡേഷൻ കണ്ടു കഴിഞ്ഞാൽ അതിനെ ഇന്റർപ്രിറ്റ് ചെയ്യാൻ മനസ്സിലാക്കണം. അതായത് നമുക്ക് എപ്പോഴും കിട്ടുന്ന സീവ് സൈസും പെർസെന്റേജ് പാസിംഗും ആയിരിക്കും. ഒരു 4.75 കൂടെ പെർസെന്റേജ് പാസിംഗ് കൂടുതലാണെങ്കിൽ ഇറ്റ് മീൻസ് അതിനകത്ത് കൂടുതൽ ഫൈൻ അഗ്രിഗേറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ അത് കൂടുതൽ ഡെൻസർ ആയിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഗ്രഡേഷൻ പ്ലോട്ട് ചെയ്യാനും അറിയണം, അതിനെ ഇന്റർപ്രിറ്റ് ചെയ്യാനും അറിയണം. ഇത് ഈ സബ്ജക്റ്റിൽ മാത്രമല്ല, ഗ്രഡേഷൻ എന്നുള്ളത് നമ്മൾ സിവിലിൽ ത്രൂ ഔട്ട് നമ്മളിപ്പോൾ ഒരു കോൺക്രീറ്റ് പണിയുമ്പോൾ പോലും അഗ്രിഗേറ്റ് ഗ്രഡേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അഗ്രിഗേറ്റ് ഗ്രഡേഷൻ എന്നുള്ളത് നമുക്ക് എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു ഫണ്ടമെന്റൽ കാര്യമാണ്. ഇത് കഴിഞ്ഞോ? ഓക്കെ, ഞാൻ പറഞ്ഞായിരുന്നു അതിന് കുറച്ച് ഫിസിക്കൽ റിക്വയർമെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പൊ ഇതൊന്നും എഴുതുന്നുണ്ട്, ഞാൻ പിന്നെ ഷെയർ ചെയ്തോളാം. തൽക്കാലം ഇത്ര മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ GT ഇപ്പൊ പഠിച്ചായിരുന്നു. നിങ്ങളോട് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു ലിക്വിഡ് ലിമിറ്റ്, പ്ലാസ്റ്റിക് ലിമിറ്റ്, പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് എന്നൊക്കെ പല സംഭവങ്ങൾ ഞാൻ പറഞ്ഞായിരുന്നു. നിങ്ങൾ GT പഠിച്ചോ ഇതുവരെയായിട്ട്? പഠിച്ചായിരുന്നു സാറേ. പഠിച്ചായിരുന്നു. അപ്പൊ എന്താ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ? വാട്ട് മീൻ ബൈ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ്? ഓർക്കുന്നുണ്ടോ? പോട്ടെ, എന്താ ലിക്വിഡ് ലിമിറ്റ് എന്താണ്? ഓർക്കുന്നുണ്ടോ? ലിക്വിഡ് ലിമിറ്റ്, പ്ലാസ്റ്റിക് ലിമിറ്റ് എന്നൊക്കെ പറഞ്ഞ ലിക്വിഡിന്റെയും പ്ലാസ്റ്റിക്കിന്റെയും ഇടയ്ക്കുള്ള ഇതാണോ? അതായത് സോയിലിന്റെ ബിഹേവിയർ ലിക്വിഡിന്റെയും പ്ലാസ്റ്റിക്കിന്റെയും ഒരു ബോർഡർ ലൈൻ ഉണ്ട്, അതിനാണ് ലിക്വിഡ് ലിമിറ്റ് പറയുന്നത്. പ്ലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുമ്പോഴോ പ്ലാസ്റ്റിക്കിന്റെയും സെമി സോളിഡിന്റെ ഇടയ്ക്ക് ഒരു ലിമിറ്റ് ഉണ്ട്, അതാണ് പ്ലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറഞ്ഞത്. ഇനി പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡിഫറൻസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു GSP ലെയർ പണിയുമ്പോൾ അവിടുത്തെ അഗ്രിഗേറ്റ്സിന് കുറച്ച് റിക്വയർമെന്റ്സ് ഉണ്ട്. അതിന്റെ ലിക്വിഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം 25 വരെ ആകാൻ പാടുള്ളൂ. അഗ്രിഗേറ്റ് ഇമ്പാക്ട് വാല്യൂ മാക്സിമം 40 വരെ ആവാൻ പാടുള്ളൂ. അതുപോലെ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് 6 ആവണം. പിന്നെ GSPക്ക് വേണ്ട മിനിമം CBR എന്ന് പറയുന്നത് 30% ആണ്. സബ്ഗ്രേഡിന് എത്രയായിരുന്നു വേണ്ടിയിരുന്നത്? സബ്ഗ്രേഡിന് വേണ്ട മിനിമം CBR എത്രയായിരുന്നു? 5% ആണ്. 5%. 5 കുറവാണെങ്കിൽ നമ്മൾ സിവിലൈസേഷനിലേക്ക് പോകണം. GSPക്ക് ആണെന്നുണ്ടെങ്കിൽ 30 വേണം. 30 അത് സ്വാഭാവികമായിട്ട് കിട്ടും. അഗ്രിഗേറ്റ്സ് ആയതുകൊണ്ട് തന്നെ 30 കിട്ടും. അപ്പൊ എപ്പോഴും ഓർത്തോളുക, ഈ CBR വാല്യൂ കൂടുന്നതാണ് എപ്പോഴും നല്ലത്. ഓക്കെ,
ഇതാണ് ഇതിന്റെ ഫിസിക്കൽ റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ. ഇതും കൂടെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചു. അഗ്രിഗേറ്റ് ഇമ്പാക്ട് വാല്യൂ നിങ്ങളിപ്പം ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഇത് ഏത് ടെസ്റ്റ് വെച്ചാണ് കണ്ടുപിടിക്കുന്നതാണ് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. അഗ്രിഗേറ്റ് ഇമ്പാക്ട് വാല്യൂ മാക്സിമം 40 വരെ പോകാൻ പാടില്ല. അഗ്രിഗേറ്റ് ഇമ്പാക്ട് വാല്യൂ കൂടിക്കഴിഞ്ഞാൽ അത് അതിന്റെ അർത്ഥം അഗ്രിഗേറ്റ് മോശമാണെന്നുള്ളതാണ്. സോ അഗ്രിഗേറ്റ് ഇമ്പാക്ട് വാല്യൂന്റെ മാക്സിമം വാല്യൂ ആണ് 40. ലിക്വിഡ് ലിമിറ്റ് മാക്സിമം 40. It should be below 25. Plasticity index should be below 6 and CBR value should not be less than 30. It should be more than 30. ബാക്കി മൂന്നും മാക്സിമം ലിമിറ്റ് ആണ്. CBR is minimum limit because CBR കൂടുന്നതാണ് എപ്പോഴും നല്ലത്. ഒരു GSP ലെയർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഉള്ള ഫിസിക്കൽ റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെയാണ്. അപ്പൊ നമ്മൾ സബ് ഗ്രിഡിന്റെ കാര്യം പറഞ്ഞു, സബ് ബേസിന്റെ കാര്യം പറഞ്ഞു. അടുത്തത് എന്തായിരിക്കും? സബ് ഗ്രിഡ് കഴിഞ്ഞു, സബ് ബേസ് കഴിഞ്ഞു. അടുത്ത എന്തായിരിക്കും? ബേസ് കോഴ്സ്. നമുക്ക് അതിനെ പറഞ്ഞു നിർത്താം. ഓക്കെ, അതിന് മുന്നോട്ട് കാര്യം ഉണ്ട്. അതായത് ഈ ലെയർ എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കോമ്പാക്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ്. അതായത് ഒന്നാമത്തെ കാര്യം, the mix should be spread over the prepared subgrade with the help of a mortared grader. നിങ്ങൾ ഗ്രേഡർ കണ്ടുണ്ടോ? ഗ്രേഡർ നേരത്തെ കാണിച്ചൊരു പടത്തിലുണ്ടെന്ന് തോന്നുന്നു. ഇതാണ് ഗ്രേഡർ എന്ന് പറഞ്ഞാൽ. ഗ്രേഡർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ റോഡ് പണിക്ക് കണ്ടുണ്ടാവും, ഈ വീലിന്റെ ഇടയ്ക്ക് ഒരു സാധനം കണ്ടോ? ഇത് വെച്ചാണ് നിരത്തുന്നത്. ഇത് വെച്ച് നിരത്തുമ്പോൾ അത് യൂണിഫോം ആയിട്ട് നിരന്നു പോകുന്നു. കണ്ടുണ്ടോ ഇങ്ങനെ സാധനം? പണിയുമ്പോൾ അപ്പം ഇതാണ് ഗ്രേഡർ. അപ്പൊ ഈ മോട്ടേർഡ് ഗ്രേഡർ വെച്ചാണ് GSP പണിയേണ്ടതാണ് പറയുന്നത്. പക്ഷെ കുറച്ച് ആളുകളൊക്കെ JCBക്കൊക്കെ നിരത്താറുണ്ട്. അത് നിരത്തുമ്പോൾ ഇതുണ്ട്. ഇവിടെ ഒരു ഗ്രേഡർ വെച്ചാണ് നിരത്തുന്നത്. ഒരു ട്രാക്ടറിൽ ഒരു ഗ്രേഡർ അറ്റാച്ച് ചെയ്താണ് നിരത്തുന്നത്. ഈ പടത്തിനകത്താണ്. അപ്പോൾ ഇങ്ങനെ നിരത്തുമ്പോൾ തന്നെ എന്താ, ഇങ്ങനെ നിരത്തുന്നതും ഒരു JCB നിരത്തുന്നതിലുള്ള വ്യത്യാസം എന്തായിരിക്കും? യൂണിഫോം ആയിരിക്കും. യൂണിഫോം ആയിട്ട് നിരത്താൻ പറ്റും. നോർമലി നമ്മൾ ഗ്രേഡർ വെച്ചിട്ടാണ് ചെയ്യണമെന്ന് പറയുന്നത് സ്പ്രെഡിങ്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കാര്യം ഉള്ളത്, അത് കോമ്പാക്ട് ചെയ്യുമ്പോൾ വി ഹാവ് ടു എൻഷുർ ദാറ്റ് ഇറ്റ് ഇസ് കോമ്പാക്റ്റഡ് അറ്റ്ലീസ്റ്റ് ടു 98% ഓഫ് MDD. 98% 100% കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ബട്ട് യു ഷുഡ് എൻഷുർ ദാറ്റ് ഇറ്റ് ഷുഡ് ബി എ മിനിമം ഓഫ് 98%. പിന്നെ നോർമലി കൺസ്ട്രക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന റോളറിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 80 തൊട്ട് 100 kN ആണ്. 80 to 100 വെയിറ്റ് ഉള്ള റോളേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ കോമ്പാക്ട് ചെയ്യേണ്ടത്. പിന്നെ ലാസ്റ്റ് ഒരു കാര്യം കൂടെ, കെയിംബർ ഷുഡ് ബി എൻഷ്യൂർഡ് ഡ്യൂറിങ് കോമ്പാക്ഷൻ. എന്തായി കെയിംബർ എന്ന് പറഞ്ഞാൽ? നിങ്ങൾ പഠിക്കേണ്ടതാണ് T1. കേട്ടോ കെയിംബർ? ക്രോസ് സ്ലോപ്പ് കൊടുക്കുന്നത്. ക്രോസ് സ്ലോപ്പ് എന്തിനാ? കറക്റ്റ്. അതായത് നമ്മൾ റോഡ് പണിത് കഴിയുമ്പോൾ അതിന്റെ സർഫസ് എപ്പോഴും ഫ്ലാറ്റ് അല്ല, ഒരു കേർവ് ആയിരിക്കും അല്ലേ? ഒരു കേർവ് ആയിരിക്കും. അപ്പൊ ആ ക്രോസ് സ്ലോപ്പിന് പറയുന്ന പേരാണ് കെയിംബർ അഥവാ ക്രോസ് സ്ലോപ്പ് എന്ന് പറയും. ഈ കെയിംബർ സർഫസ് ലെയർ മാത്രം എൻഷുർ ചെയ്താൽ മതിയോ? ഏറ്റവും മുകളിലത്തെ ലെയർ പണിയുമ്പോൾ മാത്രം ശ്രദ്ധിച്ചാൽ മതിയോ? അങ്ങനെയാണോ? അങ്ങനെയല്ല. താഴത്തെ ലെയർ പണിയുമ്പോൾ തൊട്ടേ കെയിംബർ എൻഷുർ ചെയ്യണം. നമ്മൾ GSP ലെയർ പണിയുമ്പോൾ തൊട്ടേ കെയിംബർ എൻഷുർ ചെയ്യണം, അല്ലെങ്കിൽ സബ്ഗ്രിഡ് പണിയുമ്പോൾ തൊട്ടേ കെയിംബർ എൻഷുർ ചെയ്താൽ മുന്നോട്ട് പോകണം. അപ്പൊ ഓരോ ലെയറിന്റെ കൺസ്ട്രക്ഷൻ കഴിയുമ്പോഴും അത് കെയിംബർ ഉണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്യണം. ഒരിക്കലും നമ്മൾ GSP ലെയർ പണിതിട്ട് ഒരു ഫ്ലാറ്റ് ലെയർ അല്ല നമുക്ക് വേണ്ടത്. എവറി ലെയർ ഇൻക്ലൂഡിംഗ് GSP ഷുഡ് ഹാവ് സം കൈൻഡ് ഓഫ് കെയിംബർ. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് സ്പ്രെഡിങ്ങും കോമ്പാക്ഷനും സംബന്ധിച്ച് നിങ്ങൾ ഓർക്കേണ്ട കാര്യങ്ങൾ. ഒന്ന് എഴുതി വെക്കുക. 1, ഒരു മോട്ടേർഡ് ഗ്രേഡർ വെച്ച് വേണം അതിനെ സ്പ്രെഡ് ചെയ്യാനായിട്ട്. 2, അതിന്റെ 98% MDD അച്ചീവ് ചെയ്യണം. അതിന് നമ്മൾ ഒരു 80 തൊട്ട് 100 kN ഉള്ള റോളേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ലാസ്റ്റ്ലി വി ഹാവ് ടു എൻഷുർ കെയിംബർ ഡ്യൂറിംഗ് ഈച്ച് സ്റ്റേജ് ഓഫ് കൺസ്ട്രക്ഷൻ. ഇത്രയാണ് GSPയുടെ കൺസ്ട്രക്ഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സാറേ ഒരു കാര്യം ചോദിച്ചോ? ഈ ഗ്രേഡ് മറ്റേ മോട്ടേർഡ് ഗ്രേഡ് അല്ലേ, അത് വെച്ച് നമ്മൾ സ്പ്രെഡ് ചെയ്യുമ്പോൾ കെയിംബർ എങ്ങനെ കറക്റ്റ് ആക്കുന്നത്? അത് വെച്ച് നമ്മൾ സ്പ്രെഡ് ചെയ്യത്തേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞുതരാം. അത് ഇപ്പം ഈ കേസിൽ നമ്മൾ ഇത് സ്പ്രെഡ് ചെയ്യത്തേ ഉള്ളൂ. ഇത് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കോമ്പാക്ട് ചെയ്യണം. കോമ്പാക്ട് ചെയ്യാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഒരു 80 തൊട്ട് 100 kN വരെയുള്ള റോളേഴ്സ് നമ്മൾ യൂസ് ചെയ്യും. ഈ റോളേഴ്സ് എങ്ങനെ കോമ്പാക്ട് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈഡിൽ നിന്ന് കോമ്പാക്ഷൻ തുടങ്ങാവുള്ളൂ. ഇപ്പൊ ഇങ്ങനെ നമ്മൾ അഗ്രിഗേറ്റ്സ് നിരത്തിയല്ലോ, ഇങ്ങനെ നിരത്തിയിട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് എപ്പോഴും കോമ്പാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊരു നടുക്കെത്തി കഴിയുമ്പോൾ റോളർ അപ്പുറത്തെ സൈഡിൽ പോകും, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും.
അപ്പൊ ഈ കേംബർ എൻഷുർ ചെയ്യുന്നത് ആക്ച്വലി സ്പ്രെഡിങ്ങിന്റെ സമയത്തല്ല, കോമ്പാക്ഷന്റെ സമയത്താണ് സ്പ്രെഡ് ചെയ്യുന്നത്. കേംബർ എൻഷുർ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ ലോജിക്ക് മനസ്സിലായോ? നമ്മളിത് സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് കേംബർ എൻഷുർ ചെയ്യേണ്ട ആവശ്യമില്ല, ചുമ്മാ സ്പ്രെഡ് ചെയ്താൽ മതി. എന്നിട്ട് കോമ്പാക്ട് ചെയ്യുമല്ലോ റോളർ വെച്ചിട്ട്, ആ കോമ്പാക്ഷൻ ഒരു എഡ്ജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, ഒരിക്കലും നടുക്കിൽ നിന്ന് കോമ്പാക്ഷൻ സ്റ്റാർട്ട് ചെയ്യരുത്. അപ്പൊ ഇങ്ങോട്ട് നിരന്നു പോകും. ഒരു എഡ്ജിൽ നിന്ന് കോമ്പാക്ട് ചെയ്ത് മുകളിലോട്ട് കയറുവാണെങ്കിൽ നടുഭാഗം പൊങ്ങി വരും. അപ്പൊ നമുക്ക് കേംബർ എൻഷുർ ചെയ്യാൻ പറ്റും. ചുരുക്കത്തിൽ പറഞ്ഞാൽ സ്പ്രെഡിങ്ങിന്റെ സമയത്തല്ല, കോമ്പാക്ഷന്റെ സമയത്താണ് കേംബർ എൻഷുർ ചെയ്യേണ്ടത്. ലോജിക്ക് മനസ്സിലായോ? ഇപ്പൊ സാധാരണഗതിയിൽ ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ റോഡുകൾക്കൊക്കെ എപ്പോഴും നമ്മൾ അപ്ഗ്രഡേഷൻ ചെയ്യുമ്പോൾ ആ എക്സിസ്റ്റിംഗ് ലെയർ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതായത് ഇപ്പൊ ഇപ്പൊ എനിക്കൊരു റോഡ് ഉണ്ടെന്ന് വിചാരിക്കും. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ പടത്തിൽ കാണുന്നത് നമ്മുടെ മണർകാട് ഏറ്റുമാനൂർ ബൈപ്പാസാണ്. മണർകാട് ഏറ്റുമാനൂർ ബൈപ്പാസ് ആണ്. അത് പഴയ റോഡ് ഉണ്ടായിരുന്നു. ആ റോഡിനെ അവർ സ്കാരിഫൈ ചെയ്തിട്ടാണ് മൊത്തം പുതിയ റോഡ് പണിതത്. ഒട്ടുമിക്ക എല്ലാ പ്രൊജക്ടുകളും ഇങ്ങനെയാണ്. ഇതിനെ സ്കാരിഫൈ എന്ന് പറയും. നമ്മളിങ്ങനെ JCBക്ക് കിടക്കുന്ന സാധനം മാറുന്നതിന് സ്കാരിഫൈ ചെയ്യാന്ന് പറയും. Okay, so what they do is they scarify the existing layer and convert that to GSB layer. ഈ GSB layer എപ്പോഴും നമുക്ക് ഫ്രഷ് അഗ്രിഗേറ്റ് ആണ് നിർബന്ധമില്ല. നോർമലി നമ്മളൊരു റോഡ് പൊളിച്ചിട്ട് അവിടെ പുതിയ റോഡ് അപ്ഗ്രേഡ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അവിടുത്തെ എക്സിസ്റ്റിംഗ് മെറ്റീരിയലിനെ നമുക്ക് GSB ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. GSB ഒരിക്കലും പുതിയ അഗ്രിഗേറ്റ് വേണമെന്ന് ഒരു നിർബന്ധമില്ല. യു ക്യാൻ യൂസ് റീസൈക്കിൾഡ് മെറ്റീരിയൽസ് ഓർ കൺസ്ട്രക്ഷൻ വേസ്റ്റ് ഓർ ഡെമോളിഷൻ വേസ്റ്റ് എന്ത് വേണമെങ്കിലും വെച്ചിട്ട് നമുക്ക് GSB പണിയാൻ പറ്റും, പ്രൊവൈഡഡ് it has minimum of 30% CBR. മനസ്സിലായോ? റോഡ് പൊളിച്ചിട്ട് പണിയുമ്പോൾ അവിടെ നമുക്ക് ആ പഴയ മെറ്റീരിയൽ യൂസ് ചെയ്യാം. പക്ഷെ ഒരു കാര്യമുണ്ട്, അതിന്റെ CBR വാല്യൂ മിനിമം 30% ഉണ്ടാവും. അത് എപ്പോഴും മീറ്റ് ചെയ്യും. 30% പ്രശ്നമൊന്നുമില്ല, എപ്പോഴും മീറ്റ് ചെയ്യും. ദ പ്രോബ്ലം ഇസ് അതിന്റെ ഗ്രഡേഷൻ. ഞാൻ പറഞ്ഞ 6 ഗ്രഡേഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ 6 ഗ്രഡേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ മാക്സിമം സൈസ് പറയുന്നത് 75 ആണ്. ഏത് ഗ്രഡേഷൻ നോക്കിയാലും മാക്സിമം സൈസ് എന്ന് പറഞ്ഞാൽ 75 mm ആണ്. അതായത് 7.5 സെന്റിമീറ്റർ. ഓക്കെ, ഇപ്പൊ ഈ റോഡ് നോക്കുക, ഇത് പൊളിച്ച് പണിത ഈ റോഡ് നോക്കുക. നിങ്ങൾ ഈ കാണുന്ന കല്ലുകൾക്ക് ഒക്കെ 75 mm ആണോ സൈസ്? ആണോ? അല്ല, അതിൽ കൂടുതലാണ്. അതാണ് ഇതിന്റെ പ്രശ്നം. അതാണ് നമ്മൾ ഈ സ്കാരിഫൈ ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ കൺസ്ട്രക്ഷൻ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പ്രശ്നം. അപ്പൊ ചോദിക്കുക എന്താ പ്രശ്നം? ഇതിങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഇതൊരിക്കലും ഒരു ഡെൻസ് ലെയർ അല്ല. ഏതെങ്കിലും കാരണവശാല് നമ്മുടെ സർഫസിൽ നിന്ന് വെള്ളം ഒലിച്ചു വന്നാൽ ഈ പാർട്ടിക്കിൾസിലൊക്കെ വെള്ളം ഉണ്ടാവും. ഇതിനിടയ്ക്ക് എല്ലാം വെള്ളം ഉണ്ടാവും, അല്ലെ? ഇപ്പം നമ്മുടെ പുതിയ വീടുകളൊക്കെ പണിയുമ്പോൾ എപ്പോഴും വീടുകൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്, നമ്മൾ ബാത്റൂം പണിയുന്ന ആ ഭാഗത്ത് നമ്മുടെ വോളിലൊക്കെ എപ്പോഴും വെള്ളത്തിന്റെ മയം ഉണ്ടാവും. മൊത്തം വീട് പണിതാൽ പോലും ഈ ബാത്റൂം സെക്കൻഡ് ഫ്ലോറിലെ ബാത്റൂം വരുവാണെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലെ ബാത്റൂമിന് താഴെ വരുന്ന ഭിത്തിയിലെല്ലാം വെള്ളം ഈ പനച്ച് വരും. കുറച്ച് വീടുകളിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. കാരണം ഈ ടൈൽസിൽ കൂടെ വെള്ളം ഇറങ്ങും. ടൈൽസിൽ കൂടെ വെള്ളം ഇറങ്ങിയിട്ട് ഭിത്തിയെ വെള്ളം കയറുന്ന ഒരു വലിയ പ്രശ്നമാണ്. എന്ന് പറഞ്ഞ പോലെ റോഡിലും വെള്ളം ഇറങ്ങും. വെള്ളം ഇറങ്ങിയിട്ട് ഇവിടെ ഈ വെള്ളം വന്ന് കെട്ടിക്കിടക്കും. ആ കെട്ടിക്കിടക്കുന്ന വെള്ളമാണ് പിന്നീട് ഡാമേജ് ഉണ്ടാക്കുന്നത്. അങ്ങനെ വെള്ളം കെട്ടിക്കിടക്കാതിരിക്കണമെങ്കിൽ വി ഷുഡ് ഹാവ് ടു എൻഷുർ ദ ഗ്രഡേഷൻ, വിച്ച് മീൻസ് അഗ്രിഗേറ്റ് ഷുഡ് ബി ലെസ് ദാൻ 75 mm സൈസ്. അപ്പോൾ സ്കാരിഫൈ ചെയ്യുന്നത് നല്ല മെത്തഡാണ്, ബിക്കോസ് വി ക്യാൻ യൂട്ടിലൈസ് ദ മെറ്റീരിയൽ. അതൊരു സസ്റ്റൈനബിൾ മെത്തഡാണ്. പക്ഷേ വി ഹാവ് ടു എൻഷുർ ദാറ്റ് ദ ഗ്രഡേഷൻ ഇസ് വിത്തിൻ ദ സ്പെസിഫൈഡ് ലിമിറ്റ്സ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ JCBക്ക് പൊളിച്ചാണ് പണിയുന്നത്. പക്ഷേ ഈ പുറം രാജ്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനു വേണ്ടി തന്നെ ഉള്ള എക്യുപ്മെന്റ്സ് ഉണ്ട്, മില്ലിംഗ് എക്യുപ്മെന്റ്സ് ഉണ്ട്. ആ മില്ലിംഗ് എക്യുപ്മെന്റ്സ് വെച്ചാണ് നമ്മൾ പൊളിക്കുന്നതെങ്കിൽ നമുക്ക് കറക്റ്റ് ഡയമെൻഷൻ ഇതിനെ പൊളിച്ചെടുക്കാനായിട്ട് പറ്റും. ഇതാണ് നമ്മുടെ നാട്ടിലെ ഒരു അവസ്ഥ. ഇത് ഉപയോഗിക്കുന്ന നല്ല കാര്യം തന്നെ, പക്ഷേ അതിന്റെ ഗ്രഡേഷൻ നമ്മൾ മീറ്റ് ചെയ്യുന്നില്ല. ഇനി അങ്ങനെ നമ്മൾ GSB പണിയുന്നു. ആ GSBയുടെ മുകളിൽ നമ്മൾ ഇടുന്ന ബേസ് ലെയർ ഉണ്ട്, അല്ലെ? ഈ ബേസ് ലെയറിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയലിന്റെ പേരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ? നമ്മൾ GSB പണിതു, അതിന്റെ മുകളിൽ നമ്മൾ ബേസ് ലെയർ പണിയുമ്പോൾ ആ ബേസ് ലെയറിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയലിന് നമ്മൾ പറയുന്ന പേരുണ്ട്. WMM എന്ന് പറയും. എന്താ WMM എന്ന് പറഞ്ഞ ഫുൾ ഫോം അറിയാമോ? WMM എന്ന് പറഞ്ഞാൽ വെറ്റ് മിക്സ് മെക്കാഡം. ഓക്കെ, വെറ്റ് മിക്സ് മെക്കാഡം ഇസ് ആക്ച്വലി എ കൈൻഡ് ഓഫ് ബേസ് ലെയർ. ഒരു ടൈപ്പ് ഓഫ് ബേസ് ലെയറിനാണ് ഈ വെറ്റ് മിക്സ് മെക്കാഡം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു 5-6 വർഷമായിട്ട് കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ നമ്മൾ ഇതാ ഉപയോഗിക്കുന്നത്. അതിന് മുന്നേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള സാധനമാണ് WBM. WBM എന്ന് പറഞ്ഞാൽ വാട്ടർ ബോൺ മെക്കാഡം.
വാട്ടർ ബൗണ്ട് മെക്കാഡം. മെക്കാഡം എന്നുള്ളത് ഒരു ആളുടെ പേരാണ്, കണ്ടുപിടിച്ച ആളുടെ പേരാണ്. അപ്പോൾ നോർമലി നമ്മൾ ബേസ് ലെയർ ആയിട്ട് പണിയുന്നത് ഒന്നെങ്കിൽ WBM അല്ലെങ്കിൽ WMM. These are the two examples for a base layer. മനസ്സിലായോ? GSB ഒരു സബ് ബേസ് ലെയർ എന്ന് പറഞ്ഞ പോലെ ബേസ് ലെയറിന്റെ എക്സാമ്പിൾ ആണ് WBM അഥവാ WMM. ഓക്കെ, അപ്പൊ ഈ പടത്തിൽ നമ്മൾ കാണുന്നത് ഒരു വെറ്റ് മിക്സ് മെക്കാഡം WMM ലെയർ ആണ്. ഈ WMM ലെയറിന്റെ മുകളിലാണ് നമ്മൾ ഇതിനെന്താ പറയുന്നത്, ഓർക്കുന്നുണ്ടോ? ഈ ചെയ്യുന്ന പരിപാടിക്ക് എന്താ പറയും? കാണുന്നത് പ്രൈം കോട്ട്. ആ പ്രൈം കോട്ട് അടിച്ചിട്ട് അതിന്റെ മുകളിലാണ് നമ്മൾ ബിറ്റുമിനസ് കൺസ്ട്രക്ഷൻ ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും തൽക്കാലം ബേസ് ലെയറിനെ പറ്റി പറയാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു വന്നിട്ടേ ഉള്ളൂ. ബേസ് ലെയർ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് WBM, 2 WMM. ഓക്കെ, ഫസ്റ്റ് വിൽ തിങ്ക് അബൌട്ട് WBM. ഒരു സെപ്പറേറ്റ് ഏരിയ ആയിരിക്കും. പ്രിപ്പറേഷൻ ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് WBM. Preparation of and construction of WBM. ഒരു പക്ഷെ നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടായിരിക്കുന്നത് WBM ആയിരിക്കും. ഞാൻ ഒരു പടം കാണിക്കാം. ഇങ്ങനത്തെ റോഡ് ഉണ്ടോ? ഇങ്ങനത്തെ റോഡെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ നിങ്ങൾക്ക് പടത്തിൽ കാണാമെന്ന് എനിക്കറിയില്ല. ഇവിടെ അഗ്രിഗേറ്റ്സ് ഉണ്ട്. ഇവിടെ ചെയ്യുന്നത് അഗ്രിഗേറ്റ്സ് ഇട്ടിട്ട് അഗ്രിഗേറ്റ്സിന്റെ മുകളിലൂടെ മണ്ണിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് അടിച്ചങ്ങ് കോമ്പാക്ട് ചെയ്യും. അത് പിന്നെ ടാർ ചെയ്തൊന്നുമില്ല, ബിറ്റുമിനസ് ലെയറൊന്നും ഇടത്തില്ല, അങ്ങനെ അങ്ങ് ഇടും. ഇങ്ങനത്തെ റോഡുകളാണ് നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ പണ്ട് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നത്. ഇങ്ങനത്തെ റോഡ് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഉണ്ടോ? അരിജിത്തെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് കൊച്ചിലെ. ഉണ്ട്. അതായിരുന്നു ഒരു 2010 മുന്നേ, 2010 മുന്നേ നമ്മുടെ നാട്ടിൻ പുറത്തെ റോഡുകളൊക്കെ ഇതുപോലെയായിരുന്നു. 2000 മുമ്പാണെങ്കിൽ മിക്കത് തന്നെയായിരുന്നു. ഓക്കെ, അപ്പൊ ഇതൊരു പഴയ മെത്തഡ് ഓഫ് കൺസ്ട്രക്ഷൻ ആണ്. WBM എന്നുള്ളത് ഒരു പഴയ മെത്തഡ് ഓഫ് കൺസ്ട്രക്ഷൻ ആണ്. കാര്യം ഇതൊരു ബേസ് ലെയർ ആണെങ്കിൽ കൂടിയും ഇവിടെ പലപ്പോഴും നമ്മൾ സർഫസ് ലെയർ പണിയാറില്ലായിരുന്നു. അങ്ങനെ ഇടത്തേ ഉള്ളൂ. പക്ഷെ പിന്നീട് നമ്മുടെ നാട്ടുകാർക്കെല്ലാം ഈ ടാറിങ് വേണം എന്നുള്ള ഒരു കൺസെപ്റ്റ് വന്നു. എല്ലാത്ത റോഡ് വേണം, ടാറിങ് വന്നപ്പോൾ ഒരു കൺസെപ്റ്റ് വന്നപ്പോ ഈ സാധനം ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി. കാരണം ഈ സോയിലിന്റെ പ്രസൻസ് കണ്ടമാനം കൂടുതലാണ്. ഇപ്പൊ WBM എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ അഗ്രിഗേറ്റ്സ് ഇടും. അഗ്രിഗേറ്റ്സിന്റെ മുകളിൽ നമ്മൾ സോയിലും വെള്ളവും കൂടി ഇട്ടിട്ടാണ് അതിനെ ഒരു കോമ്പാക്ട് ചെയ്തൊരു സെറ്റപ്പ് ആക്കി എടുക്കുന്നത്. ഇനി ഇതിന്റെ മുകളിൽ ഒരു സർഫസ് ലെയർ പണിയുന്ന അത്ര സേഫ് അല്ല. കാര്യം സോയിലിന്റെ പ്രസൻസ് കൂടുതലുള്ളതുകൊണ്ട് തന്നെ അത് ഫെയിൽ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ WBM നിലവിലത്തെ കോഡിൽ ഇല്ല. 2015 ശേഷം കൺസ്ട്രക്ഷനകത്ത് ഒന്നും WBM വന്നിട്ടില്ല. കാര്യം നമുക്കൊരു സർഫസ് ലെയർ പണിയണമെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു യൂസ് WMM ആകുമ്പോഴത്തേന് സോയിലിന്റെ പ്രസൻസ് വളരെ വളരെ മിനിമം ആയിരിക്കും. നമ്മുടെ സോയിലിന് പകരം അവിടെ ഈ പാറപ്പൊടി ഇട്ടാണ് അല്ലെങ്കിൽ ക്വാറി ഡസ്റ്റ് ഇട്ടാണ് നമ്മൾ അതിനെ കോമ്പാക്ട് ആക്കി എടുക്കുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ മനസ്സിലാക്കേണ്ട കാര്യം. ദർ ആർ 2 types of base layer, water bound macadam and wet mix macadam. രണ്ടിലും ഫണ്ടമെന്റലി ഉള്ളത് അഗ്രിഗേറ്റ്സ് ആണ്. പക്ഷേ in WBM there is more of soil type particles on the surface layer, and so it is difficult to construct a surface layer, a bituminous construct layer over it. അതുകൊണ്ട് തന്നെ ഈ WBM 2015 ശേഷം ഔട്ട്ഡേറ്റഡ് ആണ്. അത് ചെയ്യാനായിട്ട് നമുക്ക് പെർമിഷൻ ഇല്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ എല്ലാ ബേസ് ലെയറും WMM ആണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരിക്കണം, ഇങ്ങനെ സംഭവം ഉണ്ടെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. എഴുതി വെക്കുക, പ്രിപ്പറേഷൻ ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് WBM. നിലവിൽ ഈ സംഭവം ഇല്ല, എന്നാലും ഇങ്ങനൊരു ബേസ് ലെയർ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എഴുതി വെക്കുക. അതിന്റെയും ഫിസിക്കൽ റിക്വയർമെന്റ്സ് ഉണ്ട്. അതിന്റെ അബ്രേഷൻ വാല്യൂ ഷുഡ് ബി ലെസ് ദാൻ 40, ഇമ്പാക്ട് വാല്യൂ ഷുഡ് ബി ലെസ് ദാൻ 30, ആൻഡ് കമ്പൈൻഡ് ഫ്ലേക്കിനെസ് ആൻഡ് ഇലോങ്ങേഷൻ ഷുഡ് ബി ലെസ് ദാൻ 35. ഇതാണ് ഒരു GSP ലെയറിന്റെ വേണ്ട റിക്വയർമെന്റ്സ്. അപ്പൊ ഒന്ന് എഴുതി വെച്ചു. ഇവിടെ ടോപ്പ് ലെയറിൽ ഒരു സാൻഡ് ഓർ ക്ലേ ഉണ്ടായിരുന്നു. അതാണ് ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ടാണ് ഈ സാധനം എടുത്ത് കളഞ്ഞത്. നമ്മൾ ആദ്യം സബ് ഗ്രേഡിനെ പറ്റി പറഞ്ഞു, പിന്നെ സബ് ബേസിന്റെ എക്സാമ്പിൾ ആയിട്ട് GSB പറഞ്ഞു, പിന്നെ നമ്മൾ ബേസ് ലെയറിനെ പറ്റി പറയുന്നത്. ബേസ് ലെയറിനകത്ത് WBM, വാട്ടർ ബൗണ്ട് മെക്കാഡം ഉണ്ട്, വെറ്റ് മിക്സ് മെക്കാഡം ഉണ്ട്. വാട്ടർ ബൗണ്ട് മെക്കാഡം ഇസ് നൗ നോട്ട് യൂസ്ഡ് ഇസ് ബിക്കോസ് ഇറ്റ് ഹാസ് മോർ ഓഫ്
soil particles. അപ്പോൾ നമുക്ക് അടുത്തത് ഇനിയും വെറ്റ് മിക്സ് മെക്കാഡം കാണാം. വെറ്റ് മിക്സ് മെക്കാഡം ആണ് കറന്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബേസ് ലെയർ എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്ക് ബിറ്റുമിനസ് സർഫസ് ലെയറിലേക്ക് പോകാം. ഇത് നോട്ട് ചെയ്തായിരുന്നോ? അലീന എഴുതിയോ? Yes, sir. Okay. Now we'll move on to construction of wet mix macadam. So അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, wet mix macadam is constructed using well graded mix of aggregates. ഇവിടുത്തെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന aggregates നല്ല ഡെൻസ് ഗ്രഡേഷൻ ആണ്. വെൽ ഗ്രേഡഡ് മിക്സ് ഓഫ് aggregates ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന്റെ മിനിമം തിക്നെസ് 75 mm ആണ്. നമുക്ക് ഒരിക്കലും ഒരു WMM ഒരു 50 mm ഉള്ള WMM പണിയാൻ പറ്റത്തില്ല. We should have to have at least a minimum of 75 mm. പിന്നെ ഇവിടെ നമ്മൾ കോമ്പാക്ട് ചെയ്യേണ്ടത് അതിന്റെ MDD-യിലും OMC-യിലും ആയിരിക്കും. അതൊരു റിക്വയർമെന്റ് ഇസ് 425 മൈക്രോണിൽ താഴെയുള്ള പാർട്ടിക്കിൾസ് വളരെ കുറവായിരിക്കും. WMM-ൽ 425 മൈക്രോൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആലോചിക്കാം, വളരെ പൊടിയാണ്. അത്രയും സൈസിലുള്ള അഗ്രിഗേറ്റ്സ് വളരെ കുറവായിരിക്കും. പക്ഷേ അതിന്റെ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ഷുഡ് ബി ലെസ് ദാൻ 6. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ലാറ്ററൽ കൺഫൈൻമെന്റ് ഷുഡ് ബി എൻഷ്യൂർഡ് വൈൽ കൺസ്ട്രക്ടിങ് WMM. എന്താ സംഭവം? WMM WBM കണ്ടാൽ ഒരുപോലെ തെറ്റിദ്ധരിക്കും. ഇപ്പോൾ ഈ പടം നോക്കാം. നമ്മൾ WMM പണിയുമ്പോഴായാലും ശരി, GSP പണിയുമ്പോഴായാലും ശരി, ആകെ വ്യത്യാസം സൈസിലാണ്. ഇപ്പോൾ GSPക്ക് ഒരു 75 mm സൈസ് ഉണ്ടെങ്കിൽ, മാക്സിമം സൈസ് ഉണ്ടെങ്കിൽ WMM 50 mm ഉള്ളൂ. അപ്പോൾ ഒരു പക്ഷേ റോഡ് പണിയുന്ന സമയത്ത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അത് GSP ആണോ WMM ആണോ എന്നൊന്നും അറിയാൻ പറ്റത്തില്ല. WMM പണിയുമ്പോഴും ഏകദേശം ഇതുപോലൊക്കെ തന്നെ ഇരിക്കും. എന്റെ ചോദ്യം, ഇത് പണിയുന്ന സമയത്ത് ലാറ്ററൽ കൺഫൈൻമെന്റ് വേണമെന്ന് പറയുന്നുണ്ട്. എന്താ ഈ ലാറ്ററൽ കൺഫൈൻമെന്റ് എന്ന് പറഞ്ഞാൽ? കേട്ടുണ്ടോ അറ്റം ലാറ്ററൽ കൺഫൈൻമെന്റ്? ഇല്ല സാറേ. ഇല്ല. ലാറ്ററൽ കൺഫൈൻമെന്റ് എന്ന് പറഞ്ഞാല് നിനക്കിപ്പോ കുറെ മണൽ ഇങ്ങനെ ഇടാം, ചുമ്മാ കൊണ്ടേയും കുറെ മണൽ നിരത്താം. രണ്ട് സൈഡിൽ കുറച്ച് ഇഷ്ടിക കെട്ടി വെച്ചിട്ടും അതിനകത്തോട്ട് മണൽ നിരത്തുക. ഇതിന്റെ മെയിലോട്ട് കോമ്പാക്ട് ചെയ്യാം. കേസ് 1 ഞാൻ കുറച്ച് മണൽ കൊണ്ട് ചുമ്മാ ഇട്ടു. കേസ് 2 ഞാൻ രണ്ട് സൈഡിൽ കുറച്ച് ഇഷ്ടിക നിരത്തി വെച്ചിട്ട് ആ ഇഷ്ടികയ്ക്ക് അകത്തോട്ട് മണൽ ഇട്ടു. എന്നിട്ട് ഞാൻ ഇതിനെ കോമ്പാക്ട് ചെയ്യാൻ പോവാം. ഒരു എന്തെങ്കിലും ലോഡ് അപ്ലൈ ചെയ്ത് കോമ്പാക്ട് ചെയ്യാൻ പോവാം. ഏതായിരിക്കും കൂടുതൽ എഫക്റ്റീവ്? 1 ആയിരിക്കും 2 ആയിരിക്കും? 2 ആയിരിക്കും. തീർച്ചയായിട്ടും 2 ആയിരിക്കും. കാരണം ഇത് ഒരു ലൂസ് മെറ്റീരിയൽ ആണ്. ഈ GSP ലൂസ് മെറ്റീരിയൽ ആണ്. അപ്പൊ അത് കോമ്പാക്ട് ചെയ്യുമ്പോൾ ഈ രണ്ട് സൈഡിലും ഒന്നെങ്കിൽ സോയിൽ അല്ലെ കോൺക്രീറ്റ് എന്തെങ്കിലും ഇട്ട് കൺഫൈൻമെന്റ് കൊടുക്കാന്ന് പറയും. കൺഫൈൻമെന്റ് പറഞ്ഞാൽ എല്ലാ ബൗണ്ടറിയിൽ നിന്നും സൈഡ്സിൽ നിന്നും ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതാണ് കൺഫൈൻമെന്റ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഈ പടം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവരിവിടെ സോയിൽ കൺഫൈൻമെന്റ് കൊടുക്കുന്നത്. ഈ ഇടുന്ന ലെയറിന് രണ്ട് സൈഡിൽ സോയിലുണ്ട്. അപ്പൊ അത് കൺഫൈൻമെന്റ് കൈൻഡ് ഓഫ് കൺഫൈൻമെന്റ് ആണ്. ഇനി ഇതല്ല വേണം നിങ്ങൾക്ക് കോൺക്രീറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് കൺഫൈൻമെന്റ് കൊടുക്കാൻ പറ്റും. പക്ഷെ മെജോറിറ്റി ഓഫ് നമ്മുടെ റോഡ്സിലും ഈ പറഞ്ഞ കൺഫൈൻമെന്റ് കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ ഒത്തിരി ലോസ് ഓഫ് മെറ്റീരിയൽസും അതുപോലെ തന്നെ ലാക്ക് ഓഫ് ഡെൻസിറ്റി ഉണ്ടാവാറുണ്ട്. അപ്പൊ ഈ ലൂസ് ലെയേഴ്സ്, ഇപ്പൊ GSP ആയാലും ശരി, വെറ്റ് മിക്സ് ആയാലും ശരി, അങ്ങനത്തെ ലൂസ് ലെയേഴ്സ് പണിയുമ്പോൾ വി ഹാവ് ടു എൻഷുർ ദാറ്റ് there is a kind of lateral confinement either by using soil or by using some kind of concrete. അപ്പൊ അതാണ് ലാറ്ററൽ കൺഫൈൻമെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ലാറ്ററൽ കൺഫൈൻമെന്റ് എന്താ സംഭവം മനസ്സിലായോ? മനസ്സിലായി സാറേ. ഓക്കെ. അപ്പൊ ഇപ്പൊ ഈ പടമൊക്കെ നോക്കി, ഈ പടമൊക്കെ ഇതൊക്കെ പണിയുന്ന സമയത്ത് ഒരു ലാറ്ററൽ കൺഫൈൻമെന്റും ഇല്ല. അപ്പൊ മെറ്റീരിയൽ വണ്ടി പോകുന്നതനുസരിച്ച് ഇത് പൊക്കോണ്ടിരിക്കും. ഇവിടെ ഈ പടമൊക്കെ നോക്കിയാൽ മനസ്സിലാവും, ശരിക്കും നമ്മൾ ഈ WMM ലെയർ പണിയുമ്പോൾ സൈഡ്സ് ഇതിനേക്കാൾ പൊങ്ങി നിൽക്കണം. സൈഡ് റോഡിനേക്കാൾ പൊങ്ങി നിൽക്കണം. അല്ല എന്ത് പറ്റുന്നത്, ഓരോ വണ്ടി പോകുമ്പോഴും അഗ്രിഗേറ്റ് പൊക്കോണ്ടിരിക്കും. Now if you look at this construction, you can clearly see that there is no lateral confinement. That is another issue which we are facing right now. ഞാൻ ഈ ഇഷ്യൂസ് പറയുന്നതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ലോജിക്ക് കിട്ടും. ഇത് എങ്ങനെ ഇത് സോൾവ് ചെയ്യാൻ പറ്റും, അല്ല നിങ്ങളുടെ ഫൈനൽ ഇയർ പ്രൊജക്റ്റിൽ ഇങ്ങനെ വർക്ക് എടുത്താലോ, അങ്ങനത്തെ കുറച്ച് ഐഡിയാസ് നിങ്ങളുടെ മനസ്സിലുണ്ടാവാനായിട്ടാണ് ഞാൻ ഇഷ്യൂസ് റേസ് ചെയ്യുന്നത്. നോട്ട് ചെയ്തോ, പ്രിപ്പറേഷൻ ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് WMM. ഈ സബ് ബേസ് ലെയറിൽ ഡ്രെയിനേജ് കൊടുക്കണമെങ്കിൽ സൈഡിൽ ഇച്ചിരി പൊങ്ങി നിൽക്കണം സാർ പറഞ്ഞല്ലേ? ഈ കൺഫൈൻമെന്റ് കൊടുത്തു കഴിയുമ്പോൾ ആ ഡ്രെയിനേജിനുള്ള പോസിബിലിറ്റി നിൽക്കില്ലേ? അങ്ങനെയല്ലടാ, ഇപ്പൊ ഞാൻ പറയാം.
നമ്മൾ ഈ മുകളിലോട്ട് പണിത് പോകുമ്പോൾ ഇങ്ങനെ പോകുന്നത്, ഒരു ട്രങ്കേറ്റഡ് കോൺ പോലെ പോകുന്നത്. ഓക്കെ, അതായത് ഈ താഴത്തെ ലെയർസ് ഫോർ എക്സാമ്പിൾ GSP ഉള്ള അതേ തിക്നെസ് ഏറ്റവും മുകളിൽ ഉണ്ടാവുമോ? ഒരിക്കലും ഇല്ല അല്ലെ. ഇപ്പൊ GSP നീളം കൂടുതലായിരിക്കും, ബേസ് ലെയർ അതിനേക്കാൾ കുറവായിരിക്കും. അപ്പോൾ സർഫസ് ലെയറിനും അതിനേക്കാൾ കുറവായിരിക്കും. ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പ്, ഈ പോർഷനിലാണ് കൺഫൈൻമെന്റ് വരുന്നത്. അപ്പോഴും നമ്മുടെ GSP ഉണ്ടോ, ഇത് ഫ്രീയാ, ഇത് വെള്ളം ഡ്രെയിൻ ചെയ്ത് പോവാം. GSP കൂടെ വെള്ളം ഡ്രെയിൻ ചെയ്ത് പോകും. ഈ സ്ലോപ്പിന്റെ ആ ഭാഗത്താണ് ആക്ച്വലി നമ്മൾ ഈ പറഞ്ഞ കൺഫൈൻമെന്റ് വരേണ്ടത്. അല്ലാതെ താഴെയുന്നേ പൊങ്ങി വരേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞ ഐഡിയ മനസ്സിലായോ? ഒന്നുകൂടി ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ റോഡ് പണിയുമ്പോൾ നമുക്കിപ്പം വേണ്ടത്, നമുക്ക് അറ്റ് ലാസ്റ്റ് നമുക്ക് വേണ്ടത് 5 മീറ്റർ വീതിയുള്ള റോഡാണ് വേണ്ടതെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്ലോപ്പ് ഓഫ് 45 ഡിഗ്രി അസ്യൂം ചെയ്യും. 45 ഡിഗ്രി അസ്യൂം ചെയ്യാൻ നമുക്കറിയാം നമ്മുടെ GSP ലെയറിൽ എത്ര തിക്നെസ് വേണമെന്ന് നമുക്കറിയാൻ പറ്റും. നോർമലി ഒരു 15 മീറ്റർ ഒക്കെ വേണ്ടി വരും. ബേസ് ലെയർ ആകുമ്പോഴത്തേന് അത് കുറഞ്ഞിട്ട് ചിലപ്പോൾ ഒരു 10 ഒക്കെ മതി. അപ്പോൾ ഈ സർഫസ് ലെയറിനും ബേസ് ലെയറിനും ഇടയ്ക്ക് ഒരു 5 മീറ്ററോ അല്ലെങ്കിൽ 3 മീറ്ററോ ഒക്കെ കാണും. ആ സ്ഥലത്താണ് നമ്മുടെ ഈ കൺഫൈൻമെന്റ് പൊങ്ങി വരേണ്ടത്. അപ്പോഴും നമ്മുടെ താഴത്തെ GSP ഫ്രീയാ, GSP കൂടെ വെള്ളം ഒഴുകി പോകാനുള്ള എല്ലാ സൗകര്യം എപ്പോഴും ഉണ്ടാകും. പക്ഷെ ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, ഇതൊക്കെ ആക്ച്വലി ഇംപ്ലിമെന്റ് ചെയ്യാൻ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അതൊക്കെയാണ് ഇപ്പോഴത്തെ നമ്മുടെ കൺസ്ട്രെയിൻസ്. ഓക്കെ, അപ്പൊ ഇത് എടുത്തോ. എഴുതിയായിരുന്നോ? ഓക്കെ, ഇത് മൊത്തം എഴുതാൻ നിൽക്കണ്ട. ഈ വെറ്റ് മിക്സ് മെക്കാനിസത്തിനും നേരത്തെ പറഞ്ഞ പോലെ there are some physical requirements. In fact, for every layers, the aggregates which we are using will have some kind of physical requirements. അത് നോർമലി സ്ട്രെങ്ത് റിക്വയർമെന്റും ഉണ്ടാവും, അതുപോലെ ഷേപ്പ് റിക്വയർമെന്റും ഉണ്ടാവും. ഓക്കെ, ദ ഫിസിക്കൽ റിക്വയർമെന്റ്സ് ക്യാൻ ബി ഇൻ ടേം ഓഫ് സ്ട്രെങ്ത് റിക്വയർമെന്റ് ഓർ ഷേപ്പ് റിക്വയർമെന്റ്. ഇവിടെ Los Angeles separation value or aggregate impact value, both are examples of strength requirement. നമുക്ക് ഇവിടെ രണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ എനിക്ക് അഗ്രിഗേറ്റ് കിട്ടി, അത് ഞാൻ പണിയാൻ പോവാ WMM. I don't have to do both the test. I can use either Los Angeles separation test or aggregate impact value test, and I should ensure that the values are within 40 or 30%. അത് ആക്ച്വലി ഒരു സ്ട്രെങ്ത് റിക്വയർമെന്റ് ആണ്. അതേസമയം ഈ കമ്പൈൻഡ് ഫ്ലേക്കിനെസിന്റെ ഇലോങ്ങേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? Is it a strength requirement or a shape requirement? Shape requirement. It's actually a shape requirement. അപ്പോൾ അവിടെ ഒരു ഷേപ്പ് റിക്വയർമെന്റ് ആണ് നമ്മൾ ആക്ച്വലി ടെസ്റ്റ് ചെയ്യുന്നത്. അത് 35% മാക്സിമം പാടുള്ളൂ. പിന്നെ ഈ WMM എന്നുള്ള സംഭവം ഞാൻ പറഞ്ഞല്ലോ, WBM കഴിഞ്ഞിട്ട് വന്നതാണ്. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വളരെ കൃത്യമായ ഗ്രഡേഷൻ ഉണ്ട്. നിങ്ങൾ കോഡ് നോക്കിക്കഴിഞ്ഞാൽ WMM ആകെപ്പാടെ ഒരൊറ്റ ഗ്രഡേഷനേ ഉള്ളൂ. അതേസമയം GSP എത്ര ഉണ്ടായിരുന്നു? GSP 6 എണ്ണം ഉണ്ടായിരുന്നു. അതാണ് ഇവരുടെ പ്രശ്നം. നമ്മുടെ കോഡുകളൊന്നും അപ്ഡേറ്റ് ചെയ്ത് പോകുന്നില്ല. പലപ്പോഴും നമുക്ക് പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ പഴയതിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പൊ WMMന്റെ നമ്മൾ റിക്വയർമെന്റ് നോക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഗ്രഡേഷൻ നോക്കുവാണെങ്കിൽ ദർ ഇസ് എ ക്ലിയർലി ഡിഫൈൻഡ് ഗ്രഡേഷൻ. ഈ ഒറ്റ ഗ്രഡേഷനേ ഉള്ളൂ. ഈ ഗ്രഡേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ ദാറ്റ് മെറ്റീരിയൽ കനോട്ട് ബി യൂസ്ഡ്. അപ്പൊ അതുപോലത്തെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് വന്നെങ്കിൽ മാത്രമേ നമ്മുടെ ക്വാളിറ്റി ഓഫ് കൺസ്ട്രക്ഷൻ ഇംപ്രൂവ് ചെയ്യത്തുള്ളൂ. വാട്ട് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് നമ്മുടെ റോഡുകൾ ഫെയിൽ ആകുന്നത് ഇറ്റ് ഇസ് നോട്ട് ബിക്കോസ് ഓഫ് പുവർ മെറ്റീരിയൽ or poor design ഒക്കെ കറക്റ്റ് ആണ്. ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് പുവർ കൺസ്ട്രക്ഷൻ മെത്തേഡ്സ്. നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഫീരിയർ കൺസ്ട്രക്ഷൻ മെത്തേഡ്സ് കാരണമാണ് അതിന്റെ ലൈഫ് കൂടുതൽ കിട്ടാത്തത്. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത് നല്ല മെറ്റീരിയലാണ്, നമ്മൾ ഉപയോഗിക്കുന്ന ഡിസൈൻ ഫിലോസഫി നല്ല ഡിസൈനാണ്, പക്ഷേ ദ മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷൻ ഓർ ദി എക്യുപ്മെന്റ്സ് ദാറ്റ് വി യൂസ് ഇസ് ഇൻഫീരിയർ. അതുപോലെ തന്നെ നമ്മുടെ ക്ലൈമറ്റിക് കണ്ടീഷൻസ് അത് വളരെ ഡിഫറിങ് ആണ്. റെയിൻഫോൾ കണ്ടീഷൻ, ടെമ്പറേച്ചർ ഒക്കെ എക്സ്ട്രീംസ് ഉണ്ടാവാറുണ്ട്. ഈ വക കാര്യങ്ങൾ കൊണ്ടാണ് നമ്മുടെ റോഡുകൾ ഫെയിൽ ആകുന്നത്. ഇറ്റ് ഇസ് നോട്ട് ബിക്കോസ് ഓഫ് ദ പുവർ ഡിസൈൻ. ഇതാണ് WMMന്റെ ഫിസിക്കൽ റിക്വയർമെന്റ്സും അതുപോലെ തന്നെ അതിന്റെ ഗ്രഡേഷൻ ഒന്നും എഴുതണ്ട, കാര്യം ഗ്രഡേഷൻ ഒന്നും കാണാൻ പഠിക്കാൻ പറ്റത്തില്ല. എക്സാമിനൊന്നും ഗ്രഡേഷൻ ഒന്നും ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ല. നിങ്ങളിപ്പോൾ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ GSPയുടെ 6 ഗ്രഡേഷനോ അല്ലെങ്കിൽ WMMന്റെ 6 ഗ്രഡേഷനോ ഇതൊന്നും കാണാൻ പഠിച്ചെഴുതേണ്ട ഒരു ആവശ്യമില്ല. ഒരു കാര്യം ശ്രദ്ധിക്കുക, GSPയുടെ കേസിൽ മാക്സിമം സൈസ് എന്ന് പറയുന്നത് 75 mm ആയിരുന്നു. അതായത് മൊത്തം അഗ്രിഗേറ്റ്സും 75 താഴെ വേണം. അതേസമയം WMM എത്രയാണെന്ന് നോക്കി,
WML നമുക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും വലിയ അഗ്രിഗേറ്റ് സൈസ് അറിയാം? ഡിഗ്രഡേഷൻ നോക്കിയാൽ മനസ്സിലാവും. എല്ലാ അഗ്രിഗേറ്റ്സിനും 53 താഴെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഒരു ലെയർ കണ്ടാൽ മനസ്സിലാകണം അത് WMM ആണോ GSP ആണെന്ന്. ഒരു 5 സെന്റിമീറ്റർ വരെ ഉള്ള അഗ്രിഗേറ്റ്സ് ആണെങ്കിൽ അത് WMM ആണ്. അത് 75 വരെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ബിലോങ്ങിങ് ടു GSP ലെയർ. ഓക്കെ, അപ്പൊ അതൊന്നും എഴുതേണ്ട ആവശ്യമില്ല, ജസ്റ്റ് കാണിച്ചെന്നുള്ളതുകൊണ്ട്. ഇതൊന്നും നോട്ട് ചെയ്ത് വെക്കുക. ഫിസിക്കൽ റിക്വയർമെന്റ്സിൽ ലോസിഞ്ചൽ സെപ്പറേഷൻ വാല്യൂ ലെസ് ദാൻ 40, ഇമ്പാക്ട് വാല്യൂ ലെസ് ദാൻ 30, കമ്പൈൻഡ് ഫ്രീക്വൻസി ഇലോങ്ങേഷൻ ലെസ് ദാൻ 35. ആദ്യം രണ്ടെണ്ണം ഒരു സ്ട്രെങ്ത് റിക്വയർമെന്റ് ആണ്, and the other one is a shape requirement. സ്പ്രെഡിങ് ആൻഡ് കോമ്പാക്ഷൻ നേരത്തെ പറഞ്ഞ പോലെ സെയിം സംഭവം തന്നെയാണ്. ഇവിടെയും ഒരു മോട്ടോർഡ് ഗ്രേഡർ വെച്ചിട്ട് വേണം അതിനെ കോമ്പാക്ട് ചെയ്യാനായിട്ട്. ഇറ്റ് ഷുഡ് ബി കോമ്പാക്റ്റഡ് ടു 98% ഓഫ് MDD. 80 to 100 kilonewton റോളേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ സെയിം സാധനം GSP സെയിം ആണ്. ഇവിടെയും camber should be ensured. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് vehicles should not be allowed to move over the constructed WMM layer and the surfacing can be done after 24 hours of curing. ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതായത് WMM ലെയർ പണിതാൽ 24 hours അത് എക്സ്പോസ് ഇടണം. അതിന് ക്യൂറിങ് കിട്ടാൻ വേണ്ടിയിട്ട് 24 hours നമ്മൾ ഇടണം. പിന്നെ 24 hours കഴിഞ്ഞ് ഒന്നെങ്കിൽ ആ റോഡിന് സർഫസ് ലെയർ പണിയണം, അല്ലെങ്കിൽ അതിൽ കൂടെ വണ്ടി ഓടാൻ സമ്മതിക്കും. നമ്മുടെ നാട്ടിൽ നടക്കുമോ? ഇല്ല, കയറ്റിക്കൊണ്ട് പോകും. അപ്പം കയറ്റിക്കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ അത് പിറ്റേ ദിവസം തന്നെ പണിയണം. ഈ രണ്ട് കാര്യം ചെയ്യത്തില്ല. അത് നമ്മുടെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. വണ്ടി കയറ്റിക്കൊണ്ട് പോകുന്നതോറും തന്നെ പറ്റും ഇത് മെറ്റീരിയൽ ലൂസ് ആയിക്കൊണ്ടിരിക്കും. റോഡ് പണിയുന്നതിന്റെ അടുത്ത് താമസിക്കുന്നവർക്ക് അറിയാം ഭയങ്കര പൊല്യൂഷൻ ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒന്നെങ്കിൽ WMM ലെയർ പണിത് കഴിഞ്ഞാൽ വണ്ടി ഓടാൻ സമ്മതിക്കരുത്, അല്ലെങ്കിൽ 24 hours കഴിഞ്ഞതിന് സർഫസിംഗ് ലെയർ പണിയണം. അപ്പൊ ഇതാണ് WMM-ന്റെ മോർത്തിൽ പറയുന്ന സ്പെസിഫിക്കേഷൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത 3 കാര്യങ്ങളാണ്. ഒന്ന് GSB-യുടെ ഗൈഡ് ലൈൻസ് ആൻഡ് സ്പെസിഫിക്കേഷൻ, അതുപോലെ ബേസ് ലെയേഴ്സ് ആയിട്ടുള്ള WBM ആൻഡ് WMM. രണ്ടിലെ വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. WBM is outdated. Currently we are using WMM. അപ്പോൾ ഇന്നത്തെ സമയം കഴിഞ്ഞു. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇന്ന് പറഞ്ഞ ടോപ്പിക്കും എന്തെങ്കിലും സംശയം ഉണ്ടോ? എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ നിങ്ങൾക്ക്? രാജ്യത്തിന് എന്തെങ്കിലുമൊക്കെ സജഷൻ പറയാൻ പറ്റും? നമ്മുടെ ഇപ്പൊ നിലവിലത്തെ നമ്മുടെ ഈ റോഡ് കൺസ്ട്രക്ഷനകത്ത് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്താൻ പറ്റുമോ? ഇപ്പൊ സൈഡിൽ കോമ്പാക്ട് ചെയ്യാൻ നേരത്ത് വെക്കാൻ ഒരു ടെമ്പററി സ്ട്രക്ചർ വല്ലതും സെറ്റപ്പ് ആക്കണം അല്ലേ? മാറ്റി യൂസ് ചെയ്യാൻ പോലെ മാറ്റി യൂസ് ചെയ്യാൻ സംഭവം ഉണ്ടാക്കണം, നല്ലതായിരിക്കും. ശരിയാണ്. നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ റോഡുകളൊക്കെ നന്നാക്കാനുള്ള ഒത്തിരി പോസിബിലിറ്റീസ് ഉണ്ട്. നമ്മുടെ ആളുകൾ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്. ശരിക്കും ഇപ്പം റീസെന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇപ്പോഴത്തെ PWD മിനിസ്റ്റർ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു റോഡ് സംബന്ധിച്ച് അഭിപ്രായം പറയാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ ഫോട്ടോ എടുത്ത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഒരു ആപ്പ് കണ്ടാൽ ഗ്രൂപ്പ് ഇട്ടെന്ന് തോന്നുന്നു. നിങ്ങളെ കണ്ടായിരുന്നോ അത്? അപ്പം എനിക്ക് അതൊക്കെ വളരെ ഇഫക്റ്റീവ് ആണ്. കാര്യം ഇതൊക്കെ ആൾക്കാരെ ശ്രദ്ധിക്കും. ക്വാളിറ്റി ഓഫ് കൺസ്ട്രക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള ഒരു ചിന്ത വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്തൊക്കെ വ്യത്യാസം വരും. അപ്പൊ അതുപോലെ ഞാൻ ഇന്നലെ പറഞ്ഞത്, ഇപ്പൊ റീബിൽഡ് കേരളയ്ക്കകത്ത് ഏകദേശം ഒരു 1000 കോടി രൂപ വന്നിട്ടുണ്ട്. പക്ഷേ അത് വേൾഡ് ബാങ്ക് 100 പ്രോജക്റ്റ് ആണ്. ഈ വേൾഡ് ബാങ്ക് 100 പ്രോജക്റ്റിന് പ്രത്യേകതയുണ്ട്. അതിന് അവർക്ക് ക്വാളിറ്റി കൺട്രോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു തേർഡ് പാർട്ടി ഈ റോഡിന്റെ കൺസ്ട്രക്ഷൻ നോക്കിയിട്ട് അത് പെർഫെക്റ്റ് ആണെന്നുള്ളത് അഷ്യൂർ ചെയ്യണം. അപ്പോൾ ആക്ച്വലി നമ്മുടെ കോളേജിന് അത് വന്നിട്ടുണ്ട്. കോട്ടയം ജില്ലയുടെ നോക്കാനുള്ളത് നമ്മുടെ കോളേജിനാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാമായിരിക്കും, നമ്മുടെ ഇപ്പോഴത്തെ ഫൈനൽ ഇയർ പിള്ളേരാണ് അതിന്റെ സർവേ ഒക്കെ ചെയ്തത്. ഇനീഷ്യൽ റോഡ് സർവേ ചെയ്തത് അവരാ. ഓർക്കുന്നുണ്ടോ? നിങ്ങളെ സമയത്ത് ഉണ്ടായിരുന്നോ? നിങ്ങൾ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്തല്ലേ ഒരു സർവേ ആണ്? അപ്പൊ അവരാണ് അതിന്റെ സർവേ ഒക്കെ ചെയ്തത്. അപ്പൊ ആ സർവേയുടെ ബേസിസിലാണ് ഇപ്പോൾ അതിന്റെ ഡിസൈനും കൺസ്ട്രക്ഷനും നടക്കുന്നത്. കുറച്ച് റോഡുകൾ പണിത് കഴിഞ്ഞു, കുറച്ച് പണിയുന്നു, കുറച്ച് പണിതുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എടുത്തതിന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേരെ ആ സൈറ്റിൽ കൊണ്ടുപോയി ഓരോ കാര്യങ്ങളും പഠിപ്പിക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ്. പക്ഷെ ഇപ്പോഴത്തെ കണ്ടീഷൻ ആയതുകൊണ്ടാണ് കൊണ്ടുപോകാത്തത്. അപ്പൊ തീർച്ചയായിട്ടും പക്ഷെ അതിൽ 2-3 വർഷം കൊണ്ടേ പണിയത്തുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും എന്തെങ്കിലും ഇതൊക്കെ കഴിയുന്ന അവസരത്തിൽ നിങ്ങളെ കൊണ്ടുപോകാം. ഇപ്പൊ ഞാൻ ഇടയ്ക്ക് പോകാറുണ്ട്. ഇടയ്ക്ക് പോയി നമ്മളത് ഇൻസ്പെക്ട് ചെയ്ത് റിപ്പോർട്ട് കൊടുത്തെങ്കിൽ മാത്രമേ ഈ കോൺട്രാക്ടറിന്റെ പേയ്മെന്റ് കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മളതിനകത്ത് ഇൻവോൾവ് ആണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ കോവിഡ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് വരാവുന്ന സാഹചര്യമാവും, നിങ്ങളെയും അതിൽ ഇൻവോൾവ് ആക്കാം. അപ്പൊ കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, ഇപ്പൊ വേറൊന്നുമില്ല, നമുക്ക് നാളെ കാണാം. താങ്ക് യു.
താങ്ക് യു സർ. താങ്ക് യു സർ. Thank you, sir. Thank you, sir.